ന ന ന കൃതകണതരകാം കൃതകണതരകാം കൃതകണതര കൃതകണതരകാം കൃതകണതരകാം കൃതകണതര കൃതകണതരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലാകാരന്മാരുടെ അരങ്ങിലും കളരിയിലുമുള്ള അനുഭവങ്ങൾ അവരിലൂടെ തന്നെ പറഞ്ഞ് കേൾക്കുന്നത് വളരെ നല്ല അനുഭവമാണ് എന്നത് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ കൂടെ നമുക്കറിയാൻ സാധിച്ചു. അതിലേറ്റവും സന്തോഷമുണ്ട്. ഇന്ന് വാഴയങ്കട കൃഷ്ണദാസ് വാര്യർ, അദ്ദേഹത്തിൻ്റെ കലാനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ ഒക്കെയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. വാഴയങ്കട ദേശത്തിന് ഒരു കലാപാരമ്പര്യം, ഒരു കഥകളി പാരമ്പര്യം കഥകളി ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കത്തക്ക വിധത്തിൽ ഉള്ളതുണ്ട്. അത് തലമുറയായി ആ പാരമ്പര്യം പിന്തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. പഴയങ്കട കുഞ്ചുനാരാശാൻ, പഴയങ്കട രാമവാര്യർ കഥകളി കോപ്പിൻ്റെ കാര്യത്തിൽ, പഴയങ്കട വിജയാശാൻ, കുഞ്ചുനാരാശാൻ്റെ മകൻ, ബലരാമൻ കഥകളിച്ചണ്ടയിലെ തായമ്പകയിലെ പ്രശസ്തനായ കലാകാരൻ, ആ തലമുറയിൽ അല്ലെങ്കിൽ അതിനോട് തുടർച്ചയായി വാഴയങ്കട കൃഷ്ണദാസൻ, കോട്ടക്കൽ ദേവദാസൻ എന്ന വാഴയങ്കട ദേവദാസൻ, ശ്രീവത്സൻ തുടങ്ങിയിട്ടുള്ള എഴുത്തുകാർ, ഇനിയും ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ഒട്ടനവധി പേർ ഈ വാഴയങ്കടയുടെ കലാപാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇവിടെ നമുക്ക് കൃഷ്ണദാസിൻ്റെ ജീവിതാനുഭവങ്ങൾ, കലാനുഭവങ്ങളാണ് നമ്മളിത് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത്. കൃഷ്ണദാസും ഞാനും കലാമണ്ഡലത്തിൽ ഒന്നിച്ച് വാദ്യകലാ പഠനം പരിശീലിച്ചിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാലും കൃഷ്ണദാസ് കലാമണ്ഡലത്തിൽ പഠിച്ചതിന് ശേഷം നിരവധി അരങ്ങുകളിൽ പങ്കെടുത്തു അദ്ദേഹം. പിന്നീട് നിരവധി കാലം പറശ്ശിനിക്കടവ് മുത്തപ്പൻ കഥകളി യോഗത്തിലെ അധ്യാപകനും വാദ്യ കലാകാരനുമായിരുന്നു. അപ്പോൾ മധ്യകേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും വാദ്യകലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലകളുമായി, കഥകളിയുമായി ബന്ധപ്പെട്ട കുറേ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ, ഒരു കലാ പാരമ്പര്യമുള്ളൊരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലവും അദ്ദേഹത്തിനുണ്ട് പിൻബലമായിട്ട്. വാഴയങ്കട നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ തൊട്ട് തന്നെ താമസിക്കുന്ന അദ്ദേഹം പ്രശസ്തരായ കലാകാരന്മാരുടെ പ്രകടനം കണ്ടാണ് വളർന്നിരിക്കുന്നത്. വാഴയങ്കട ക്ഷേത്രത്തിൽ നിരവധി കാലം ഓരോ വർഷവും നിരവധി ദിവസങ്ങളിൽ കഥകളി നടത്തിയ ചരിത്രം അവിടെയുണ്ട്. അതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായാലും കൃഷ്ണദാസിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ അത്ര പരിചയമില്ലാത്ത, അല്ലെങ്കിൽ യാദൃശ്ചികമായി പരിചയപ്പെട്ട, അല്ലെങ്കിൽ കൃഷ്ണദാസിലൂടെ പരിചയപ്പെട്ട മനോജ് നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ സ്വദേശം മുതുകുറിശ്ശിയാണ്. ഏകദേശം അതിനടുത്ത് തന്നെയാണ് ഇപ്പോൾ കൃഷ്ണദാസൻ താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് വെച്ചാണ് ഈ സംഭാഷണങ്ങൾ ഞങ്ങൾ ചിത്രീകരിച്ചത്. അപ്പോൾ യാദൃച്ഛികമായി ഇദ്ദേഹവുമായും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബവുമായും ബന്ധപ്പെടാൻ സാധിച്ചത് വളരെ അധികം സന്തോഷമുണ്ട്. ഇദ്ദേഹത്തിനും സഹോദരന്മാരും സഹോദരികളും തൊട്ട് ഇല്ലങ്ങളിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്.
ഒരു പഞ്ചായത്തിൻ്റെ മെമ്പർ സ്ഥാനം ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ധാരാളം ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്, നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതുണ്ട്. എല്ലാ കാര്യങ്ങളിലും ജനകീയമായ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി. നിരവധി തവണ പലരുമായി വരികയും അല്ലെങ്കിൽ പലരുമായി ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്യേണ്ടതായി വരുന്നുണ്ട്. എങ്ങനെയും അത്തരം ഒരു വ്യക്തിയെ ഈ പരിപാടിയിലേക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഹൃദ്യമായ സ്വാഗതവും സ്വീകരണവും ഞങ്ങൾ ഏറ്റുവാങ്ങി. കൃഷ്ണദാസനും അതുപോലെ ഇത്തരമൊരു അനുഭവം പങ്കിടാൻ സാധിച്ചതിൽ അദ്ദേഹത്തിനും സന്തോഷം രേഖപ്പെടുത്തുകയുണ്ടായി. നമുക്കെല്ലാവർക്കും കഥകളി ലോകത്ത് അറിയുന്നത് പോലെ അരുൺ വാര്യർ ഇദ്ദേഹത്തിൻ്റെ മരുമകനാണ്. വീണ വാര്യർ ഇദ്ദേഹത്തിൻ്റെ പുത്രിയാണ്. മോഹിനിയാട്ട നർത്തകി, കലാമണ്ഡലത്തിലെ ഇപ്പോഴത്തെ അധ്യാപിക കൂടിയായ അവർ. അപ്പോൾ ഇങ്ങനെ ഒരു കലാകുടുംബമാണ് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണദാസൻ്റേത്. എങ്ങനെയായാലും കൃഷ്ണദാസൻ്റെ വിവരങ്ങൾ ഞാൻ പറയാതെ അദ്ദേഹം തന്നെ പറഞ്ഞ് നമുക്കറിയാം. ഈ ഒരു വർത്തമാനത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. കഥകളി മേള കലാകാരന്മാരുടെ കലയും ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിത ചരിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മേള കലാകാരനായ ശ്രീ വാഴയങ്കട കൃഷ്ണദാസ് അവർകളാണ്. അദ്ദേഹത്തിനോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതവും കലയും കുറിച്ചിട്ട് ഒന്ന് സംവദിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഈ വായ്ത്താരി എന്ന ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം. നമസ്കാരം കൃഷ്ണദാസ് ചേട്ടാ. ജനനം വാഴയങ്കടയിലാണല്ലോ. അതെ. വാഴയങ്കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നമ്മളെ ഒരു ഒട്ടനവധി കലാകാരന്മാർ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധമായ വാഴയങ്കട കുഞ്ചു നായർ അടക്കം ഉള്ള ഒട്ടനവധി മേളവും അല്ലെങ്കിൽ കഥകളി വേഷവും അടക്കമുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ സ്ഥലമാണ് വാഴയങ്കട. തീർച്ചയായിട്ടും. അങ്ങയുടെ ജനനവും അവിടെയാണ്. അതെ. ആ വാഴയങ്കട ആ ഗ്രാമത്തിനെ കുറിച്ചും അങ്ങ് അവിടുത്തെ പ്രശസ്ത കലാകാരന്മാരെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിഞ്ഞാൽ വളരെ നല്ലതാണ്. അങ്ങയുടെ അറിവ് വെച്ചിട്ടൊന്ന് പറഞ്ഞാൽ. വാഴയങ്കട എൻ്റെ ജനനസ്ഥലം വാഴയങ്കടയാണ്. എൻ്റെ ജനനം ചിങ്ങമാസത്തിൽ പുണർന്നാണ് എൻ്റെ നക്ഷത്രം. അപ്പോൾ ഇംഗ്ലീഷ് ഡേറ്റ് പറയുകയാണെങ്കിൽ 5/9/56 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ അന്ന് ആയി ഒരു 5-8 വയസ്സ് ആയപ്പോഴേക്കും എനിക്ക് പൊതുവെ കുഞ്ചുനാരാശാൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ആശാനെ ആ സമയം മുതൽക്ക്, എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽക്ക് ഞാൻ കുഞ്ചുനാരാശാനെ കാണാൻ തുടങ്ങിയതാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വേഷം, ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ കിടക്കാം. അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകനും എനിക്കും ശ്രീവത്സൻ എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. ഈ ശ്രീവത്സനും എനിക്കും ഏകദേശം ഒരേ പ്രായം, ഒരു വയസ്സ് കഷ്ടി അതെ വത്സൻ കയറും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒപ്പം ഉണ്ടാവും. ഒന്നുകിൽ വത്സൻ എൻ്റെ വീട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ വത്സൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാവും. അപ്പോൾ കുഞ്ചുവാശാനായിട്ട് നല്ല പരിചയം എനിക്ക് പിന്നെ ഈ 5-6 വയസ്സ് 5-8 വയസ്സ് മുതൽക്ക് ഉണ്ടെന്നർത്ഥം. കുട്ടിക്കാലം മുതൽക്ക് തന്നെ കുഞ്ചുവാശാനായിട്ട്. എന്നാൽ കുഞ്ചുവാശാനെ നേരിൽ കാണാൻ എനിക്കൊരു എന്താണെന്ന് വെച്ചാൽ ഒരു പേടിയോ അങ്ങനെ. അപ്പോൾ ഈ വത്സൻ്റെ പിന്നിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കും ഞാൻ. വത്സ ആരാത്? അത് ഗോവിന്ദവാര്യരുടെ മരുവന എന്ന് പറയും. അപ്പോൾ ഗോവിന്ദവാര്യർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാമനാണ്. കലാമണ്ഡലത്തിൽ ചുട്ടി അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അതെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ ഈ ഗോവിന്ദമ്മാവനും കുഞ്ചുനാരാശാനും നല്ല അടുപ്പാണ്. എന്തുണ്ടെങ്കിലും കുഞ്ചുവാരോട് ചോദിക്കുക, അല്ലെങ്കിൽ ഗോവിന്ദമാർ പറഞ്ഞതിന് അപ്പുറം കുഞ്ചുവാശാനും ഇല്ല, കുഞ്ചുവാശാൻ പറഞ്ഞതിൻ്റെ അപ്പുറം അമ്മാവനും ഇല്ല. അങ്ങനെ ഒരു ഇതായിരുന്നു, നല്ല ബന്ധമാണ്. എപ്പോഴിപ്പോൾ വീട്ടിൽ വന്നാലും അതെ, വീട്ടിൽ നിന്ന് വന്നാൽ അമ്മാവൻ ഷർട്ട് അഴിച്ച് ഞാനേ കുഞ്ചുവാരെ ഒന്ന് കണ്ടുവരാം എന്നിട്ടാണ് പോകും.
അപ്പം അതുവരെ കുഞ്ചുവാരുടെ അടുത്താവും ഉണ്ടാവും. അപ്പോൾ കലാമണ്ഡലത്തിൽ ഒരുമിച്ചിട്ടാണ് അവർ താമസവും ഇതൊക്കെ ഉണ്ടായിരുന്നത്. എന്നാലും അത് അത്രയും ഒരു എന്താ പറയേണ്ട ഒരു ബന്ധമായിരുന്നു കുഞ്ചുവാശാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ നേരിട്ടിട്ട് കുഞ്ചുവാശാനെ കാണാൻ ഒരു പേടിയോ, ഈ വത്സൻ്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഞാൻ. ആരാ വത്സ എൻ്റെ പിന്നിൽ ആരാ നിൽക്കണ? ഗോവിന്ദമാരുടെ മരം. അയാളോട് ഇങ്ങോട്ട് വരാൻ പറയുക എന്നിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അടുത്തിരുത്തി ഓരോരോ വർത്തമാനം പറയും. എന്നാലും അത് പിന്നെ ഈ ആശാൻ അവിടെ ഉള്ള സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലക്കുളം, ക്ഷേത്രക്കുളം. അപ്പോൾ ഈ ആശാൻ വീട്ടിലുള്ള സമയത്ത് ഒരു 8 മണി 8:30 ആയാലാണ് രാവിലെ കുളിക്കാൻ വരിക. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നിന്നാൽ ഈ വരവ് കാണാം. അത് അന്ന് കുറച്ച് തടിച്ച് വയറൊക്കെ ഉള്ള ഒരു സമ്പ്രദായമാണ് കുഞ്ചുവാശാന്. തോർത്തുമുണ്ടാ ചിറ്റ. അത് ഈ തോർത്തുമുണ്ട് മുട്ടിന് താഴെ നിൽക്കും, വലിയ തോർത്തുമുണ്ടാണ്. ഇടത്തെ കയ്യിൽ ഉമിക്കരി ഉണ്ടാവും. ഈ 2 വിരലിൻ്റെ ഇടയിൽ ഈ പൊളിച്ച ഈർക്കല. ഇതൊക്കെ കാണാനാണ് ഞാൻ ആശാൻ്റെ ഈ വരവ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കും. ഇങ്ങനെ വന്നാൽ ഞാൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓടും. പിന്നെ കുളത്തിൻ്റെ പക്കത്ത് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. ഈ കുളിയും പല്ലേപ്പും കുളി. അപ്പോൾ വന്നാൽ കുളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ചിറ്റിയും മുണ്ടും കൂടെ അഴിച്ചിട്ട് ഒന്ന് മുക്കി കരയത്ത് വയ്ക്കും. എന്നിട്ട് അവിടെ ആ വെള്ളത്തിലിരുന്നിട്ടാണ് പല്ലേക്ക്. ഇതൊക്കെ കാണാൻ ഞാൻ ഒളിഞ്ഞു നിൽക്കുകയുള്ളൂ. അങ്ങോട്ട് മുമ്പ് നേരിട്ടിട്ട് പോകാൻ അപ്പോഴും പേടിയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഓടിയിട്ട് അമ്പലത്തിലെ ഗോപുരത്തിലൊരു മുക്കിൽ പോയി നിൽക്കും. ഒരു 1/4 മണിക്കൂർ നേരം പുറത്ത് നിന്നിട്ട് അകത്തേക്ക് കിടക്കില്ല. മരിക്കണ വരെ ആശാൻ നാലമ്പലത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ശരി. പുറത്ത് ഗോപുരത്തിൽ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നിട്ടേ ചോദിക്കും, അകത്തേക്ക് കിടക്കണില്ല. ഇവിടെ മരിക്കണ വരെ അതെ ആശാൻ വാഴയങ്കട ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലേക്ക് കടന്നിട്ട് തൊഴുതിട്ടില്ല. അതിന് വല്ല ഐതിഹ്യമുണ്ടോ? ഐതിഹ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആശാൻ ഞാൻ ഇതേവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയും. അതുമാതിരി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ വിജയാശാനും. വിജയാശാനും അകത്ത് കടന്ന് തൊഴുതിട്ടില്ല. ഇല്ല. അപ്പോൾ ശാന്തിക്കാരൻ പ്രസാദവും തീർത്ഥവും പ്രസാദമായിട്ട് കുഞ്ചുവാശാൻ്റെ അടുത്തേക്ക് വരും, കൊടുക്കും, തൊഴുകും. ഒരു 1/4 മണിക്കൂർ നേരമുണ്ട് തൊഴുകൽ. പ്രദക്ഷിണം വെച്ചു. അമ്പലത്തിൻ്റെ ഉള്ളിലൊരു മതിലകത്ത് കുളമുണ്ട്. പോയി ഭസ്മവും ചന്ദനവും പൊറിയിട്ടു വീട്ടിലേക്ക് പോകും. ഈ പോണ വരെ ഞാൻ ആശാൻ്റെ പിന്നാലെ ഉണ്ടാവും. ആശാൻ എന്നെ കാണൂല, ഞാൻ ആശാനെ കാണുകയും ചെയ്യും. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ മുമ്പിലേക്ക് പോവാനൊരു പേടിയോ ഒരു പരിഭ്രമം ഒന്നും ചെയ്തിട്ടല്ല. പിന്നെ കുഞ്ചുനാരാശാൻ്റെ വേഷം അറിഞ്ഞ് എനിക്ക് കാണാൻ തരായിട്ടില്ല. വേഷങ്ങൾ ഞാൻ രുക്മാംഗതൻ കണ്ടിട്ടുണ്ട്, സന്താനോപാലത്തിൽ ബ്രാഹ്മണൻ കണ്ടിട്ടുണ്ട്, 1-ാം ദിവസവും കണ്ടിട്ടുണ്ട്, 4-ാം ദിവസവും കണ്ടിട്ടുണ്ട്. പിന്നുള്ള സൗഗന്ധികം ഭീമനും ഇതൊക്കെ വാഴയങ്കടയിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കത്തിവേഷം, അതുമാതിരി വെള്ളത്താടി, കറുത്ത കാട്ടാള, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതന്നെ അറിഞ്ഞ് കാണാൻ തുടങ്ങിയപ്പോഴേക്കും ആശാൻ വയ്യാതെ കിടപ്പിലായി. 10-12 കൊല്ലം ആശാൻ രോഗാവസ്ഥയിൽ കടന്നു. അതാണിപ്പോൾ കുഞ്ചുനാരാശാനായിട്ടുള്ള ഒരു ബന്ധം. വേഷങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് അറിഞ്ഞ് കാണാൻ എനിക്ക് തരായിട്ടില്ല. ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഗോവിന്ദവാരരാശാനെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ മരുമാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജീവിതത്തെ കുറിച്ചിട്ടും ബന്ധത്തിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിഞ്ഞാൽ വളരെ. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠനാണ് ഗോവിന്ദമാര്, ഗോവിന്ദമാവൻ. അപ്പം അദ്ദേഹം വാഴയങ്കട തന്നെയായിരുന്നു. വാഴയങ്കട രാമവാരുടെ അടുത്താണ് അദ്ദേഹം ചൊട്ടി കൂപ്പുപണി പഠിച്ചിട്ടുണ്ട്. എല്ലാ കഥകളിക്ക് വേണ്ട എല്ലാ കൂപ്പും ഉണ്ടാക്കാൻ ഉള്ള ഒരു വാഴയങ്കട ഒരു രാമവാരുണ്ടായിരുന്നു. അദ്ദേഹം കൂപ്പുപണി ചൊട്ടിയും വിദഗ്ധനാണ്. മദ്ദളക്കാരനുമായിരുന്നു ഈ രാമവാര്. ഇപ്പോൾ അമ്മാമൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ വാഴയങ്കട വടക്കേ വാര്യത്ത് അദ്ദേഹത്തിൻ്റെ വാര്യപ്പേര്. വാഴയങ്കട വടക്കേ വാര്യത്ത് രാമവാര്. അദ്ദേഹം ആദ്യകാലത്ത് മദ്ദളക്കാരനായിരുന്നു. പിന്നെ എന്തോ ഒരു ഇത് കാരണം വെച്ചാൽ ഒരു കേളികൊട്ട് അങ്ങനെ എന്തോ ഉണ്ടായി. കോട്ടയ്ക്കൽ ഒരു കുട്ടന്മാരാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കേളി കൊട്ടിയപ്പോൾ ചെണ്ടക്കാരന് ഓണപ്പട കൊടുത്തു, മദ്ദളക്കാരന് ഓണപ്പട കൊടുക്കുകയും ചെയ്തില്ല.
അത് മുഷിഞ്ഞു മൂപ്പർക്ക് ആരൊക്കെ രാമവാരൊക്കെ. ഇനി മേലാൽ ഇത് ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ അരയിന്ന് ഊരി വെച്ചതാണ് അത്ര മദ്ദളം. പിന്നെ അദ്ദേഹം മദ്ദളം കൂട്ടിയിട്ടില്ല എന്നാണ്. പിന്നെ ചുട്ടി ആണ് പഠിച്ചത്. ചുട്ടിയുടെ ഗുരുനാഥൻ്റെ പേര് ഇപ്പം എനിക്ക് പറഞ്ഞ മാതിരി ഇതിപ്പോൾ കിട്ടണില്ല. രാമവാരരുടെ ഗുരുനാഥൻ്റെ ആ രാമവാരരുടെ ശിഷ്യനാണ് അമ്മാവൻ. ശരി. അപ്പോൾ അന്ന് ഇവർക്കൊന്നും അമ്പലത്തിലെ കഴകപ്രവൃത്തി ചെയ്യുക, മാല കിട്ടുക, അതിന് തുച്ഛമായിട്ടുള്ള വരുമാനം. അപ്പം മൂപ്പർക്ക് തോന്നി ഇതുകൊണ്ട് ഇനി എന്നപ്പോൾ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ മൂപ്പർക്ക് രാമവാരരോട് സംസാരിച്ചപ്പോൾ എന്നാൽ താൻ വന്നോളുക എന്ന് പറഞ്ഞിട്ട് രാമവാരരുടെ അടുത്ത് അദ്ദേഹം ചുട്ടി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ചുട്ടി പിടിച്ചു, കൂപ്പൂണിയും പിടിച്ചു, രാമവാർക്കും രക്ഷ പിടിച്ചു. കാരണം മൂപ്പര് പറഞ്ഞു കൊടുത്ത മാതിരി തന്നെ ചെയ്യും. ഈ രാമവാരക്ക് വേറൊരു ദൂഷ്യമുണ്ട്. ദൂഷ്യമാണെന്ന് നമുക്ക് തോന്നും, നല്ലതായിരിക്കാം. അദ്ദേഹം പറയണത് കേൾക്കണം. വലിയ കളി തമാശ ആ കാര്യങ്ങൾക്കൊന്നും രാമവാര് കിട്ടില്ല. അദ്ദേഹം എന്തു പറഞ്ഞു ആ പറഞ്ഞതിന് 100% ന്യായവും ഉണ്ടാവും, അല്ലാണ്ട് മൂപ്പര് പറയൂല. ഇപ്പോൾ ഒരു കഥകളി കോപ്പ്, ഇപ്പോൾ നമ്മളെ ഈ കഥകളി വേഷക്കാരി തണ്ടപ്പതിപ്പ് എന്ന് പറയും. ഈ കാലുമ്പിൽ ആദ്യം വേഷം അരങ്ങത്തേക്ക് പോണതിൻ്റെ മുമ്പ് ആദ്യം കെട്ടണതാണ് ഈ തണ്ടപ്പതിപ്പ് മുതൽ കേശഭാരം വരെ ഉള്ള എല്ലാതിൻ്റെയും കയ്യും കണക്കും രാമവാരക്ക് ഹൃദയ അത് മുഴുവൻ ഏകദേശം അമ്മാവനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ അമ്മാവനെയും വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമവാരക്ക് കലാമണ്ഡലത്തിൽ ജോലി കിട്ടി. അപ്പോൾ രാമവാരർ എവിടെയും നിൽക്കാത്തൊരാൾ വേണം, എവിടെയും സ്ഥിരമായിട്ട്. കാരണം ഒരാളുടെ കീഴിൽ നിൽക്കുമ്പോൾ അയാൾ പറയണത് കേൾക്കണം, അത് ഇയാൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് നിൽക്കണില്ല, അതിന് നല്ലത് ഗോവിന്ദമാരാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് അമ്മാവന് കലാമണ്ഡലത്തിൽ ജോലി കിട്ടുന്നത്. അങ്ങനെ നാട്യസംഘത്തിലും PSV നാട്യസംഘത്തിലും ഈ രാമവാരുടെ പിന്നെ കൂപ്പുപണിയായിരുന്നു. മേക്കര നാരായണൻ നായർ എന്ന് പറയും, അവിടുത്തെ ആശാനായിരുന്നു അന്നത്തെ ചുട്ടി കൂപ്പുപണിയുടെയൊക്കെ. ഈ രാമവാരനെയാണ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. നല്ലൊരു കലാകാരനായിരുന്നു. പിന്നെ മദ്ദളം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മദ്ദളം കൊട്ട. പിന്നെ അദ്ദേഹം മദ്ദളം കൊട്ടിയത് ഒരു പ്രാവശ്യമാണ്. അതും ഞാൻ കേട്ട വിവരമാണ്. വാഴയങ്കട വെച്ചിട്ട് കൃഷ്ണൻകുട്ടി പുതളാശാൻ്റെ ഒരു പൂതനാമോക്ഷം ഉണ്ടായി. വേഷം ആശാൻ സർവകലാവല്ലഭനാണ്. അപ്പോൾ വാഴയങ്കട വായനശാലയുടെ വാർഷികത്തിന് പൂതനാമോക്ഷം കളി വെച്ചു. കൃഷ്ണൻകുട്ടി പുതളാശാൻ്റെ പൂതന വേണം എല്ലാവർക്കും, അവിടെ നാട്ടുകാർക്കും എല്ലാവർക്കും. പൂതന ഞാൻ കെട്ടാം, രാമവാര് മദ്ദളം കൊട്ടുകയാണെങ്കിൽ പൂതന ഞാൻ കെട്ടാം. അതൊരു കരാറും വെച്ചു പുതളാശാൻ. രാമവാരോട് അയാളോട് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ എന്താ പറയുക നിശ്ചയില്ല. അതെന്തായാലും വേണ്ടില്ല, രാമവാര് മദ്ദളം കൊട്ടുകയാണെങ്കിൽ ഞാൻ പൂതന കെട്ടാം. രാമവാരോട് പോയി ചോദിച്ചു, ഇങ്ങനെയാണ് കൃഷ്ണകുതാശാൻ്റെയാണ്. പുതാളെന്താ പറഞ്ഞ? അല്ല രാമവാര് കൊട്ടുവച്ചാൽ ഞാൻ എന്നാ അയാളോട് ആവാമെന്ന് പറഞ്ഞോളൂ. അങ്ങനെ വാഴയങ്കട വെച്ചിട്ട് വാഴയങ്കട വായനശാലയുടെ വാർഷികത്തിന് ഒരു പ്രാവശ്യം കൂടിയും ഈ രാമവാര് മദ്ദളം കൊട്ടിയിട്ടുണ്ട്. കഥയല്ല, ഉണ്ടായ സംഭവമാണ്. എനിക്ക് അനുഭവം ഇല്ല കേട്ടോ, ഉണ്ടായ സംഭവമാണ്. എൻ്റെയൊക്കെ ആ കുട്ടിക്കാലത്താണ് അത് സംഭവം. ഞാൻ അറിഞ്ഞ് കണ്ടിട്ടില്ല. ഞാൻ പഴക്കമൊന്നുമില്ലാത്ത കഥയാണത്. അങ്ങനെ ഒരു പ്രാവശ്യവും കൂടി രാമവാര് മദ്ദളം കൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വാഴയങ്കടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുഞ്ചുനായരാശാൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേ ലെവലിൽ നിന്നിരുന്ന ഒരു കലാകാരനായിരുന്നു കുഞ്ഞുണ്ണി നായർ. അത് ഈ പറഞ്ഞ മാതിരി ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒരു തെറ്റുകാരനായിരിക്കും. അയാളെ പട്ടിക്കാന്തോടി ആശാൻ്റെ ശിഷ്യനാണ്. പക്ഷെ ആദ്യവസാന വേഷങ്ങൾ കെട്ടിയിട്ടുള്ളൊരു ഇത് മൂപ്പർക്ക് ഒരു ഇടത്തരം കുട്ടിത്തരം വേഷങ്ങളിലായിരുന്നു ഈ കുഞ്ഞുണ്ണി നായർ പ്രധാനമായിട്ടും കെട്ടിയിരുന്നത്. കൃഷ്ണൻ ദുര്യോധനത്തിൽ കൃഷ്ണൻ, കുചേലവർത്തത്തിൽ കൃഷ്ണൻ കേമാവും ചെയ്തിരുന്നു. നല്ല വേഷഭംഗി. ഞാൻ വയസ്സായതിൻ്റെ ശേഷം ആണ് കണ്ടെന്ന് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ നല്ല കാലത്തൊന്നും വേഷം ഞാൻ കണ്ടിട്ടില്ല. അതുമാതിരി ഇടത്തരം വേഷങ്ങൾ
ആദ്യവസാനം ഒരു വേഷം കെട്ടാനുള്ള ഉയരോ അല്ലെങ്കിൽ ഒരു നിലയോ ശരീര പ്രകൃതി കുറവായിരുന്നു. എന്നാൽ ഈ കുട്ടിത്തരം വേഷങ്ങളൊക്കെ അതികേമമായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ പഠിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സിംഗപ്പൂരിൽ പോയി. അതിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സിംഗപ്പൂരിൽ നിന്ന് ആ വന്ന കാലം എനിക്ക് 1-2 പ്രാവശ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. ഇതുവരെ മുടി, സിൽക്ക് ജുബ്ബ, പൊളിച്ച അടക്കട പ്രായത്തിലുള്ള സ്വർണം കൊണ്ടുള്ള മണിമാല, 4 വിരലമ്പിൽ മോതിരം, അങ്ങനൊരു രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 പ്രാവശ്യം ആ രൂപത്തിൽ കുഞ്ഞുണ്ണി നായരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ വിപരീതമായിട്ടും കണ്ടിട്ടുണ്ട് എന്നർത്ഥം. ഇതൊന്നുമില്ലാണ്ട് ഉടുത്ത മുണ്ടിന് പകരം ഒരു മുണ്ട് ഉടുക്കാനില്ലാത്ത ഗതി അദ്ദേഹത്തിന് വന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് എന്താ പറയേണ്ടത്, എല്ലാവരെയും തലയിലെടുത്തൊരു മാതിരി ആവില്ല. താളം എന്ന് പറഞ്ഞാൽ ഇത്ര താളസ്ഥിതിയുള്ള ഒരാൾ ഈ കഥകളി ലോകത്തുണ്ടോ എന്നെ സംശയമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ വാഴയങ്കട കുഞ്ഞുണ്ണി നായർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശസ്തി ഇല്ല. ഇപ്പം അതാ പറയണത്, കേൾക്കാത്ത ആൾക്കാർ അനവധിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, ഗോപികൃഷ്ണൻ. അത് ചെറുപ്പത്തിൽ മരിച്ചു. 40-45-50 വയസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം മരിച്ചു. കോട്ടക്കലായിരുന്നു പഠിച്ചിരുന്നത്. നല്ലൊരു വേഷക്കാരനായിരുന്നു. അത് അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നത് കോട്ടക്കൽ ശിവരാമൻ. ആ ശിവരാമേട്ടൻ്റെ ഒരു മരുമകളായിട്ട് അങ്ങനെ എന്തോ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാളെയാണ് ഈ കുഞ്ഞുണ്ണി നായർ കല്യാണം കഴിച്ചത്. ഒന്നുമില്ലാതെ ജീവിതത്തിൽ എന്താ പറയണ്ടത്, ഇത്രയും അദ്ദേഹം വലിയ താളസ്ഥിതിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ എന്താ പറയണ്ടത്, അവതാളത്തിലുമായി. എന്താണ് അങ്ങനെ വരാൻ ചോദിച്ചാൽ അതെ അറിയില്ല. അങ്ങനൊരു നല്ലൊരു കലാകാരനായിരുന്നു, നല്ലൊരു പാട്ടുകാരനുമായിരുന്നു. പിന്നെ പറയുമ്പോൾ അല്ല, കുഞ്ഞുണ്ണി നായരും അതെ നന്നായിട്ട് പാടിയിരുന്നു. കഥകളി പദങ്ങളൊക്കെ പുറത്തേക്ക് അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. അതുമാതിരി തന്നെ ഇപ്പോൾ വാഴയങ്കട പിന്നെ കവളപ്പാറ നാരായണ നാരാശ, അദ്ദേഹം വാഴയങ്കടക്കാരനായിരുന്നു. വാഴയങ്കടയെന്നാണ് കല്യാണം കഴിച്ചിരുന്നത്. കണ്ണത്ത് വീട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നായർ കുടുംബമുണ്ട്. അവിടുന്നാണ് കവളപ്പാറ നാരായണ നാരാശാൻ കല്യാണം കഴിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ രാജഗോപാലൻ, അദ്ദേഹവും കലാമണ്ഡലത്തിൽ പഠിച്ച ആളാണ്. രാമൂട്ടി നാരാശാൻ്റെ ശിഷ്യനാണ്. ഏകദേശം ഗോപിയാശാൻ്റെ ഒക്കെ കുറച്ച് സീനിയർ ആണോ അതോ ഇനി ഗോപിയാശാൻ്റെ കൂടെയാണോ എന്ന് എനിക്ക് സൂക്ഷ്മം അറിയില്ല കേട്ടോ. അദ്ദേഹം അവിടെ പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വേഷവും ഞാൻ ഒരു വേഷമേ കണ്ടിട്ടുള്ളൂ, ഒരു മുടി വെച്ച വേഷം. അതിനിപ്പോൾ പുറപ്പാടാണോ ഈ ലവകുശന്മാരിലും മുടി വെച്ച വേഷമാണ്. അതിപ്പോൾ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹവും പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നാടുവിടുക ചെയ്തു. കുറേ കാലം ബോംബെയിൽ, കുറേ കാലം പാറ്റ്നയിലൊക്കെ ഉണ്ടായിരുന്നു, കൽക്കത്തയിലുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വന്നതിൻ്റെ ശേഷമൊക്കെയാണ് ചെവി രണ്ടും കേൾക്കില്ല. അദ്ദേഹത്തിൻ്റെ മരുമകനാണ് ഇപ്പോൾ കോട്ടക്കൽ ദേവദാസൻ എന്ന് പറഞ്ഞത്. അത് ശരി. വെച്ചാൽ ഈ കവളപ്പാറ നാരായണ നാരാശാൻ്റെ മകളുടെ മകനാണ് ദേവദാസൻ്റെ അമ്മാവനായിരുന്നു ഈ രാജഗോപാൽ. അദ്ദേഹം ഇപ്പം ഇല്ല, മരിച്ചു. അങ്ങനെ കലാകാരന്മാരെന്ന് പറയാൻ അനവധി കലാകാരന്മാരുടെ നാടായിരുന്നു വാഴയങ്കട. ഇപ്പോഴും കുറച്ച് കലാകാരന്മാർ ഇപ്പോഴും ഉണ്ട്. അതെ, ഇപ്പോൾ ബലരാമേട്ടൻ വാഴയങ്കടക്കാരനാണ്. ദേവദാസൻ വാഴയങ്കടക്കാരനാണ്. പല കലാകാരന്മാരും അവിടെ ജനനം കൊണ്ടതാണെന്നുണ്ടെങ്കിലും താമസം പലരും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ആരും ഇല്ല എന്നുള്ള മറ്റത് ഈ അമ്പലവട്ടം പരിസരം ഞങ്ങളൊക്കെ അവിടെ തന്നെ ആയിരുന്നു. ഇനിയിപ്പോൾ വാഴയങ്കട അമ്പലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പ്രതിഷ്ഠ, അവിടെ വാഴയങ്കട ക്ഷേത്രം നരസിംഹമൂർത്തി ക്ഷേത്രമാണ് വാഴയങ്കട. കേട്ടിട്ടുണ്ട്. നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉഗ്ര സ്വരൂപമല്ല. ഈ പ്രഹ്ലാദന് വരം കൊടുക്കുന്ന ഒരു പിന്നെ ആ ഭാഗമാണ്. ശാന്തസ്വരൂപനായിട്ടാണ് നമ്മൾ അവിടെ ആചരിക്കുന്നത്. നരസിംഹമൂർത്തി ഉഗ്ര രൂപമല്ല. അതൊക്കെ കഴിഞ്ഞ് ഈ ഹിരണ്യനെ വധിച്ചതിൻ്റെ ശേഷം പ്രഹ്ലാദന് വരം കൊടുക്കുന്ന ആ ഒരു സമയം അതാണ് ശാന്തസ്വരൂപനാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പിന്നെ ഈ സംസാര വൈകല്യങ്ങൾക്കൊക്കെ നല്ല അത് ഇന്നും നല്ല ഒരു ഇതാണ്. അവിടെ കദളിപ്പഴം നിവേദ്യം, അതുമാതിരി തിരുനാവ് ചാർത്തൽ ഒക്കെ അവിടുത്തെ പ്രധാന വഴിപാടുകൾ. അതെ. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങനെ
പല സ്ഥലത്തുനിന്നും ഐതിഹ്യം വളരെ അതെ 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 അമ്പലമാണ്. പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട് ആൾക്കാർ. നല്ല ഇപ്പം പിന്നെ വാഹന സൗകര്യങ്ങളായി. അതെ 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 അങ്ങനെ അവിടുത്തെ വാഴയങ്കട അവിടുത്തെ കലാകാരന്മാർ മൺമറഞ്ഞു പോയവരും അല്ലാത്തവരുമായ പ്രസിദ്ധമായ കലാകാരന്മാർ, അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ അമ്പലം, അവിടുത്തെ ചുറ്റുപാട്, ബാക്കിയുള്ള കാര്യങ്ങൾ, അവിടുത്തെ കല, എല്ലാറ്റിനെയും കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ അങ്ങയുടെ കാര്യം മാത്രം ഇത് ഈ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങയുടെ കല, പാരമ്പര്യം, അച്ഛൻ, അമ്മ, കുടുംബപരമായിട്ടുള്ള സാഹചര്യങ്ങൾ, ആ കലയ്ക്ക് കുടുംബത്തിനോടുള്ള ബന്ധം, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ബന്ധമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കലയിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവൻ നേരത്തെ പറഞ്ഞല്ലോ ഗോവിന്ദമാര് കലാകാരനാണ്. പിന്നെ ഇപ്പം കലാകാരൻ എന്ന് പറഞ്ഞാൽ വലിയൊരു അമ്മാവൻ ഉണ്ടായിരുന്നു, ഒരു കൃഷ്ണമാര് എന്ന് പറയും. എൻ്റെ അമ്മടിയും ഒക്കെ വലിയ അമ്മാവനാണ്. അദ്ദേഹം പണ്ടത്തെ ഈ നൃത്ത സംഗീത നാടകം എന്ന് പറഞ്ഞിട്ട് ഈ നൈഷധം എന്ന് പറഞ്ഞിട്ട് നൃത്ത സംഗീത നാടകം, അത് മൂപ്പര് അവിടെ ചിട്ടപ്പെടുത്തിയിട്ട് കുറേ ആൾക്കാരെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ നൈഷധം നാടകം അത് എൻ്റെ വലിയ അമ്മാവനാണ്. തറവാട്ടിലെ അന്നത്തെ കാരണവര് എന്ന് പറയാം. കൃഷ്ണമാര് അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാർ ആ ഒരു കാലത്ത് അവിടെ വാഴയങ്കട ഉണ്ടായിരുന്നു. ഈ നൈഷധം 4 ദിവസവും അതൊരു നൃത്ത സംഗീത നാടക രൂപത്തിൽ. അതിൻ്റെ കുറേ സാധനങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അനവധി സാധനങ്ങൾ അതിൻ്റെ ഓർണമെൻറ്റ്സുകളും കാര്യങ്ങൾ, ഗഞ്ചറ, മൃദംഗം, അതൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഈ ഇതുണ്ടല്ലോ ഈ കഥാപ്രസംഗക്കാർ ആ വക സാധനങ്ങൾ കുറേ, ഈ പിന്നെ ആടാഭരണങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വാഴയങ്കട ഉത്സവം, വാഴയങ്കട കഥകളി, അത് ധനുമാസത്തിൽ തിരുവോണത്തിനാണ് ഉത്സവം കൊടികയറ്, 8 ദിവസം ഉത്സവം. അപ്പോൾ ആ കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ ഓർമ്മയിൽ 3 ദിവസം, ആദ്യം 5 ദിവസത്തെ കളിയായിരുന്നു, 7 ദിവസത്തെ കളിയായിരുന്നു പള്ളിവേട്ട വരെ. പിന്നെ അത് 5 ദിവസമായി. എൻ്റെ ഓർമ്മയിൽ 3 ദിവസത്തെ കളി എൻ്റെ ഓർമ്മയിൽ ഉള്ളൂ എല്ലാ വർഷവും. അത് അതിഗംഭീരന്മാരായ കലാകാരന്മാർ പങ്കെടുക്കണ കഥകളി 3 ദിവസവും. അതുമാതിരി തന്നെ ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ അതിഗംഭീരന്മാരായ തിരുവപ്പുര രാമപ്പുതാള അടക്കം ഉള്ള പൂക്കാട്ടി രാമപ്പുതാള്, തിരുവപ്പുര രാമപ്പുതാള്, ശിവരാമപ്പുതാള്, കുഞ്ഞിഷ്ടപ്പുതാള് എന്ന് പറഞ്ഞില്ലേ, അതുമാതിരിയുള്ള മേളക്കാർ, തായമ്പകക്കാർ, ഇവരൊക്കെ. പിന്നെ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ഉത്സവേലി. ക്ഷേത്രത്തിൽ ഈ 8 ദിവസം ഉത്സവത്തിന് എല്ലാ അമ്പലങ്ങളിലും ഉണ്ടായി ഉത്സവേലി. ചില 1-2 ദിവസം ഉണ്ടാവും, അത് പിന്നെ 5 ദിവസത്തെ സ്ഥലത്തുള്ള ഉത്സവേലിയുണ്ട്. ഈ ഉത്സവേലിക്കാണ് എൻ്റെ ഗുരുനാഥനായ അച്ചുണ്ണി പുതളാശാൻ വരും. ആശാൻ്റെ തറവാട്ടിലുള്ളവർക്കാണ് ഈ അവിടെ അടിയന്തരം കാവ് പുതുവാട്ടിൽ വെള്ളിനാഴി ഒരു ഗോപി പുതാളുണ്ടായിരുന്നു. അച്ചുണ്ണി പുതളാശാൻ്റെ ഒക്കെ ഒരു മരുമകനായിട്ട് വരും. അപ്പോൾ ഈ ഉത്സവേലിക്ക് ആശാൻ നിർബന്ധമായിട്ട് എത്തും. അവിടെ തലേ ദിവസം എത്തും. കളിക്ക് വേറെ, അത് പിന്നെ വിഷയം വേറെ, കഥകളിക്ക് വരണത് വേറെ. ഈ ഉത്സവത്തിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആശാനാണ് ഈ മരം, ഉത്സവേലിക്ക് പാണി എന്ന് പറഞ്ഞ ഈ മരം, അത് കുളിച്ച് ശുദ്ധമായിട്ട് തലേ ദിവസം വ്രതം എടുക്കണം. ഈ പാണി കൊട്ടനാണ്. പാണി പഴച്ചാ കൂണി എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഈ തന്ത്രി എന്ത് മന്ത്രം ഉച്ചരിക്കണമോ ആ മന്ത്രത്തിനെ ആവാഹിച്ചിട്ട് ഈ മരത്തിൽ പ്രയോഗിക്കണം എന്നാണ്. അത് ഇടത്തെ കൈ കൊണ്ട് സ്ഥാനമുണ്ട്, വലത്തെ കൈയിന് സ്ഥാനമുണ്ട്. ഈ മരത്തിൻ്റെ കൊട്ടുന്ന ഭാഗമുണ്ടല്ലോ, അതിന് നടുക്കിൽ കൊട്ടണതുണ്ട്, വക്കത്ത് കൊട്ടണതുണ്ട്. ഇടത്തെ കൈ വലത്തെ കൈ മുകളിലേക്ക്, അത് വലത്തെ കാൽ മുമ്പിലേക്ക് വെച്ചിട്ട് കൊട്ടണം, ഇടത്തെ കാൽ, ഇതൊക്കെ പഠിക്കണം. ഈ തന്ത്രിയുടെ തന്ത്രങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് ഇരുമ്പിൽ ഇത് പഴച്ചാൽ തന്ത്രിക്കറിയും. പാണി കൊട്ടുന്നത്, പാണി പഴച്ചാൽ കൂണി എന്ന് നേരത്തെ പറഞ്ഞത് പഴക്കരുതെന്നാണ്. അത് അച്ചുണ്ണി പുതളാശാൻ ആ വക വിഷയത്തിലൊക്കെ മഹാകേമനാണ്, സംശയമില്ല. അപ്പോൾ ആശാനാവും അധികവും ഈ ഉത്സവേലിക്ക് വരിക. അന്നൊന്നും ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. ആശാനെ കാണാൻ ഞാൻ അവിടെ അങ്ങനെ നിൽക്കും. അത് കുളിയൊക്കെ കഴിഞ്ഞ് ഭസ്മക്കുറി ചന്ദനക്കുറിയൊക്കെ ഇട്ട് തച്ചുകൊടുത്ത് ഉത്തരീയം
ചേർക്കണം, തച്ചു കൊടുക്കണം, അതിൻ്റെ മേലെ വസ്ത്രം ചുറ്റും ഉത്തരിയും ആ ചടങ്ങുണ്ട്. ഈ പാണി കൊട്ടുന്ന ആൾക്ക് പാണിക്ക് ശബ്ദമില്ല, ബു ബു എന്നുള്ളൊരു ചെറിയൊരു ശബ്ദം. അത് മരം എന്നാണ് അതിന്, ആ വാദ്യത്തിന് മരം എന്നാണ് പറയുക. അപ്പോൾ അതിന് ആശ ഉണ്ടാവും. അങ്ങനെ ഈ 5-8 ദിവസം എന്താ പറയേണ്ടത്, ഉത്സവം തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ. പ്രത്യേകിച്ചിട്ട് ഈ കുട്ടികൾ ഈ 3 ദിവസത്തെ കളി കാണാൻ 4 മണിക്ക് പോയിരിക്കും. എന്തിന്? സ്ഥലം പിടിക്കുകയാണ്. വൈകുന്നേരം പായ ഇട്ടിട്ട് സ്ഥലം പിടിക്കണം. കാരണം അമ്പലത്തിലെ പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് കളി കാണാൻ വന്നിരിക്കാൻ. അപ്പം ഈ പായ ഇട്ടിട്ട് സ്ഥലം പിടിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും വന്നിരിക്കും. അത് ഒഴിവാക്കാനാണ് 1-2 ആൾക്കാർ കുട്ടികൾ ഞങ്ങൾ അവിടെ പോയിരിക്കും. സന്ധ്യയായി ആരെങ്കിലും വന്നിരുന്നാൽ അവരെ ഓടിക്കും. ഞങ്ങളിട്ട പായാണ്. അങ്ങനെ ഒരു പിന്നെ ബെഞ്ച് കൊടുന്നിടും, സൈഡിലൊക്കെ ബെഞ്ചിടും. അങ്ങനെ പറയണം. പിന്നെ എന്താ പറയേണ്ടത്, പൂഴിയിട്ടാൽ നിലത്ത് വീഴില്ല എന്ന് പറയില്ലേ, അത്രയ്ക്കും തിരക്കായിരുന്നു ഈ അവിടുത്തെ ഉത്സവത്തിൽ. പ്രഗത്ഭന്മാർ മുഴുവൻ, കുഞ്ചുവാശാനാണ് കളിയുടെ മുഴുവൻ നിയന്ത്രണം. ആരൊക്കെ വേണ്ടത് വിളിക്കാണ്ട വരും, ക്ഷണിക്കാണ്ട്. വാഴയങ്കട കളി എന്ന് പറഞ്ഞാൽ ഒരു എന്ത് വേഷമായാലും വേണ്ടില്ല, ഒന്ന് സേവിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു കലാകാരന്മാർ. വൈകുന്നേരം കഥ ഇന്നത്തെ മാതിരി നേരത്തെ കൂട്ടിയിട്ട് കഥ നിശ്ചയിക്കലൊന്നുമില്ല. ആരൊക്കെ വന്നത് അതിനനുസരിച്ചിട്ടുള്ള കഥ വന്നവർക്ക് മുഴുവൻ വേഷം. അമ്പലത്തിലത്തെ കഴിഞ്ഞാൽ ഇവിടെ വിളക്ക് വയ്ക്കും. അമ്പലത്തിലത്തെ ചടങ്ങുകൾ ചടങ്ങ്, അത് ക്ഷേത്രത്തിലെ ചടങ്ങ് എന്ന് പറയാൻ വൈകുന്നേരം ദീപാരാധന, അത് കഴിഞ്ഞാൽ നാഗസ്വരം, അത് കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം ഈ പാഠകം, ഈ നമ്പ്യാർ, നമ്പ്യന്മാരാണ് അത് പറയൽ. അത് കഴിഞ്ഞാൽ പിന്നെ തായമ്പക, കേളി, കുഴൽപ്പറ്റ, കൊമ്പുപറ്റ എന്ന് പറഞ്ഞല്ലേ, വിളക്കാചാരം, അതൊക്കെ കഴിയുമ്പോഴേക്കും 10 മണി 10:30 അത് കഴിഞ്ഞിട്ടേ വിളക്ക് വയ്ക്കും. നേരം വിളിച്ചാവുന്നവരെ കളി. അന്ന് ആരൊക്കെയാണ് ആ കളിക്ക് പങ്കെടുത്തേച്ചാൽ അവർക്ക് മുഴുവൻ വേഷം, അതിനനുസരിച്ചിട്ടുള്ള കഥ. ഇന്നിപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് കഥ നിശ്ചയിക്കലും ആൾക്കാരെ ഏൽപ്പിക്കും. മറ്റത് ഏൽപ്പിക്കും. പിന്നെ അന്ന് വരികയാണേ വാഴയങ്കട കളി. ഞാനൊരു ദിവസം അവിടെ പോയിട്ട് എനിക്ക് സേവിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രഗത്ഭന്മാരടക്കം, കൃഷ്ണനാരാശാനടക്കം. മാങ്കുളത്തിന് ഞാൻ അവിടുന്ന് കണ്ടിട്ടില്ല കേട്ടോ. കൃഷ്ണനാരാശാനെ കണ്ടിട്ടുണ്ട്. കൃഷ്ണനാരാശാൻ്റെ വേഷമൊക്കെ അവിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിപ്പുറാശാൻ്റെ കണ്ടിട്ടുണ്ട്. പള്ളിപ്പുറം ഗോപാലനാരാശാൻ വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രഗത്ഭന്മാരായ വേഷക്കാരെ, പാട്ടുകാരെ, കൊട്ടുകാരെ എന്ന് പറഞ്ഞില്ലേ, അവിടുന്നാണ് ഞാൻ ആദ്യമായിട്ട് കളിയും കാണാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ കലയൊക്കെ അന്യം നിൽക്കണ ഒരു സമയമാണ്. അന്യം നിൽക്കാന്ന് പറയുന്നില്ല, അന്യം നിന്നിട്ടില്ല. ഇന്നിപ്പോൾ കഥകളിക്ക് വളർച്ച കൂടുക ചെയ്തത്. അനവധി കഥകളി കലയോട് ആൾക്കാർക്കത് കാണാനും പോകാനും നമ്മുടെ അമ്പലങ്ങളിലും അല്ലെങ്കിൽ അല്ല, ഇന്നിപ്പോൾ അമ്പലങ്ങളിൽ എന്നുള്ള ഇതില്ല. ഇന്നിപ്പോൾ കളി, പണ്ടൊക്കെ രാത്രിയെ കളി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് പകല് മാറ്റങ്ങളുണ്ട്. പകല് കളി വന്നു, നേരം വെളിച്ചാവുന്ന വരെയുള്ള കളി കഴിയണതും ഒഴിവായി. നേരത്തെ തുടങ്ങിയിട്ട് പിന്നെ ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്ക് കഴിയുക. 3-3.5 മണിക്കൂർ ആർക്കും ഒരു ശല്യവും ബുദ്ധിമുട്ടില്ല. ഒരു 12 മണിയാകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്താം. മറ്റത് അതല്ല, 10 മണിക്ക്, രാത്രി 10 മണിയായാലേ കളി തുടങ്ങും. അത് രാവിലെ 6 മണി 7 മണിയാവും കഴിയാൻ. ഇന്നിപ്പോൾ അതിനുള്ള ചുറ്റുപാട് മാറി. ആർക്കും വെറുതെ ഇരുന്നാലും വേണ്ടില്ല, തിരക്കാണ്. ഒരു പണിയില്ലാണ്ട് വീട്ടിലിരുന്നാലും അയാളോട് ചോദിച്ചാലും തിരക്കാന്ന് പറയും. മറ്റത് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ആർക്കും ഒഴിവില്ല. ഒക്കെ എല്ലാവരും സ്പീഡാണ്. കാലം മാറി. സ്കൂൾ വിദ്യാഭ്യാസം അത് കഴിഞ്ഞിട്ട് ആവൂലോ. ഇപ്പം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ആവൂലോ കലയും. സ്കൂൾ വിദ്യാഭ്യാസം എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഈ പ്രത്യേകിച്ച് കൊട്ടിനോടായിരുന്നു മോഹം. കാരണം ഈ ഉത്സവകാലമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കുട്ടി 5-8 വയസ്സായ ഈ പഴയ ടിന്ന് പെറുക്കും. അന്ന് ഈ അമൂലിൻ്റെ ടിന്ന്, ഈ ഡാൽഡ എന്ന് പറഞ്ഞിട്ടൊരു എണ്ണ ഉണ്ടല്ലോ, അതിൻ്റെ ടിന്ന്, അതൊരു ഭാഗം തുളയ്ക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ കയറ് കെട്ടിയിട്ട് കഴുത്തിൽ തൂക്കിയിട്ട് കൂട്ടിയും കൊണ്ട് നടക്കാം. ഈ ബലരാമേട്ടനടക്കം ഞങ്ങൾ ഈ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം അതായി ഞങ്ങൾക്ക്. കാരണം ഈ ഉത്സവം കഴിഞ്ഞാൽ പന്തൽ പൊളിക്കലൊരു 5-8 ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാലേ ഈ പന്തലൊക്കെ പൊളിക്കൂ. അപ്പോൾ ഈ അണിയറയിൽ
2-3 ദിവസം കളി കഴിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ചുട്ടിക്കടലാസ്, ഈ മനോലയുടെ നറുക്ക്, അതൊക്കെ ഞങ്ങൾ വെള്ളത്തിൽ, മനോല വെളിച്ചെണ്ണയിലാണ് ചാലിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വെളിച്ചെണ്ണയൊന്നും കിട്ടില്ല. കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടൊന്ന് ചാലിച്ചിട്ട് ചുട്ടിയുടെ മാതിരി വെക്കും, ഈ കടലാസൊക്കെ പിടിപ്പിക്കും. അങ്ങനെ ഞങ്ങളൊരു, അപ്പോൾ ചെണ്ടയ്ക്ക് ഞാനും ബലരാമേട്ടനും പോകും. ഞങ്ങളെ ഈ കളിക്ക് ബലരാമേട്ടനും ഉണ്ടാവും അന്ന്. അങ്ങനെ ഒരു മോഹം അതുകൊണ്ട് ഇപ്പോൾ ചെണ്ടക്കാരനായിക്കോളണമെന്നില്ല കുട്ടി. പിന്നെ ഇപ്പോൾ ചിലർ പറയില്ല, എൻ്റെ കുട്ടിയെ അവന് ചെണ്ട കൊട്ടാൻ നല്ല മോഹമാണ്, എപ്പോൾ നോക്കിയാലും മേശപ്പുറത്ത്. അത് വേറെ വിഷയം. അപ്പം അവന് വലുതായി അതിലേക്ക് മോഹം ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു, ചെണ്ട പഠിക്കണം. ഈ കളിക്കാരും ഇവരും ഇപ്പോൾ പുതാളാശാനും അച്ചുണ്ണി പുതാളാശാനും ഇവരൊക്കെ വന്നാൽ നമ്മുടെ വീട്ടിലാണ് അധികം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ മുതൽ അവരുടെയൊക്കെ കൊട്ട് കേട്ടിട്ടും. അപ്പോൾ ഏത് സമയത്താണ് സ്കൂൾ വിദ്യാഭ്യാസം? ഇല്ല അപ്പോഴേക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ 4ാം ക്ലാസ് 5ാം ക്ലാസ്സൊക്കെ ആയിട്ടുള്ളൂ. 5-8 വയസ്സ്, എനിക്ക് 8-10 വയസ്സേ ആയിട്ടുള്ളൂ അന്ന്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ, അപ്പോൾ കലാമണ്ഡലത്തിൽ അന്ന് 7ാം ക്ലാസ് കഴിഞ്ഞാലേ കലാമണ്ഡലത്തിൽ ചേരാൻ പറ്റും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അച്ഛന് താല്പര്യമില്ല. അച്ഛന് പഠിക്കണം, പഠിച്ചിട്ട് പിന്നെ ഗവൺമെൻറ് ജോലി ആവണം, അങ്ങനെയൊക്കെയുള്ളൊരു മോഹമായിരുന്നു. അപ്പോൾ അമ്മോട് ഇങ്ങനെ പറഞ്ഞാൽ, അമ്മയ്ക്ക് പിന്നെ ഈ പറഞ്ഞ മാതിരി അച്ഛൻ പറയണത് കേൾക്കാണ്ടി നിവൃത്തിയില്ല. ഏതായാലും നീ 10ാം ക്ലാസ് വരെ പഠിക്കേ, എന്നിട്ട് ആലോചിക്കാം. ഒരു 4-5 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, എനിക്ക് പറയാനും നിവൃത്തിയില്ല. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എന്നാൽ നീ 10ാം ക്ലാസ് ഞാൻ തോറ്റു കിട്ടോ 2 വിഷയത്തിന്. അന്ന് പിന്നെ ഇതുപോലുള്ള സമ്പ്രദായമല്ല, 230 മാർക്ക് ടോട്ടൽ കിട്ടണം. വിഷയം 35ഉം 40ഉം. അതിന് ഇംഗ്ലീഷും കണക്കിലും ഞാൻ തോറ്റു. ഇംഗ്ലീഷിൽ 32ഉം കണക്കിൽ 24 അങ്ങനെ മാർക്ക് എനിക്ക്. ഓരോരോ വിഷയത്തിന് ഇത്ര പാസ് മാർക്ക് ഉണ്ടല്ലോ. എന്നിട്ട് ആ മാർച്ചിൽ കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഞാൻ 2ാമത് എഴുതി. ഇവിടെ ചപ്ലശ്ശേരി ഒരു ധർമ്മശാസ്ത്ര കോളേജ് ഉണ്ടായിരുന്നു, ഒരു ശംഭു മാസ്റ്റർ ഇപ്പോഴും ഉണ്ട്. അന്നത്തെ നടത്തിപ്പുകാരാണ് അന്നത്തെ. അതെ, അത് അന്നാ നമ്മളാ സെൻറ്ററിൽ മുകളിലായിരുന്നു, ഒറ്റപ്പാലം റോഡ് ഇങ്ങോട്ട് കയറിനോടത്തെ മുകളിലായിരുന്നു. അപ്പോഴത്തെ സെപ്റ്റംബറിൽ ആദ്യ പരീക്ഷ എഴുതി. അപ്പോഴും ഈ 2 വിഷയത്തിലും തോറ്റു. കുറച്ച് മാർക്ക് ലേശം കിട്ടിയെന്നല്ലാണ്ട് പാസ് മാർക്ക് കിട്ടിയില്ല. അങ്ങനെ ആ ജൂണിൽ ഞാൻ കലാമണ്ഡലത്തിൽ ചേരാം എന്നുള്ള ഉദ്ദേശമായി. ആ സമയത്താണ് ബലരാമേട്ടൻ ദർപ്പണയിലായിരുന്നു. കലാമണ്ഡലത്തിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് മൂപ്പർക്ക് അഹമ്മദാബാദിൽ ദർപ്പണയിൽ ജോലി കിട്ടിയ സമയമാണ്. ലീവിൽ നാട്ടിൽ വന്നു, ഏപ്രിൽ മെയ്. ഇത് ജൂണിലാണ് കലാമണ്ഡലത്തിലെ. അപ്പോൾ അമ്മ പോയിട്ട് ബലരാമേട്ടനോട് പറഞ്ഞു, ആ ബലരാമ അങ്ങനെ പറയുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ല, അവൻ അവിടെ ചേരണം എന്നാണ് പറയണത്. അയാൾക്ക് അതാ താല്പര്യം. ഇപ്പം എന്നെ അപ്പു എന്നാണ് നാട്ടിൽ വിളിക്കുക. അപ്പുവിന് അതാ മോഹച്ച ചേർക്കുക, അതിനിപ്പോൾ എന്താ ചോദിച്ചു ബലരാമേട്ടനും. എന്നാൽ അയാൾ ഇങ്ങോട്ട് വന്നോട്ടെ, ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ബലരാമേട്ടൻ്റെ അടുത്ത് ഞാൻ നല്ല ദിവസം നോക്കി പോയി. ഗണപതി കയ്യും ഈ പാഠകൈ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ 4 പാഠകൈ ഉണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. തക്കിട്ട, തരികിട, വലന്തക്കിട്ട, ഇടന്തക്കിട്ട എന്ന് പറഞ്ഞിട്ട് 4 പാഠകൈ. അതാണ് ഞങ്ങൾ ഈ സാധകം ചെയ്യാന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ സാധകം ചെയ്യുക. ഓരോരോ ദിവസവും ഓരോരോ പാഠകൈ സാധകം ചെയ്യും. അത് 4 കാലം വരെ കൊട്ടുക, മേപ്പട്ടും കിഴുപ്പട്ടും കൊട്ടി കൂർപ്പിച്ചിട്ട് കൊണ്ടുവരണം. അത് 1-1.5 മണിക്കൂർ 2 മണിക്കൂറാണ് ഞങ്ങളുടെ അഭ്യാസകാലത്ത്. ഈ പാഠകൈയാണ്. അതിലത്തെ 2 പാഠകൈ എന്നെ പഠിപ്പിച്ചു, ഈ ഗണപതി കൈയും. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് അച്ചുണ്ണി പുതാളാശാനും ചന്ദ്രമണ്ണാടേശ്വനുമായിരുന്നു ചെണ്ടയ്ക്ക്. ഇൻ്റർവ്യൂവിന് പോയി. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആരാ പഠിപ്പിച്ചെണ്ണ? ബലരാമേട്ടനാണ്. കുട്ടി എനിക്കവിടെ സെലക്ഷനും കിട്ടി. അന്ന് ഞാൻ ആ ചേർന്ന കൊല്ലം 74ലാണ് ഞാൻ ചേർന്നത്. അന്ന് ചേരുമ്പോൾ ഞാൻ മാത്രമേ പുതിയതായിട്ടുള്ളൂ. പിന്നെ എൻ്റെ സീനിയറായിട്ട് അന്ന് ഒരു കലാമണ്ഡലം രാധാകൃഷ്ണമാരാർ, അദ്ദേഹം പിന്നെ കലാമണ്ഡലത്തിലെ അധ്യാപകനായി റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പം ഇല്ല, 2-3 കൊല്ലമായി ഇപ്പോൾ നമ്മളെയൊക്കെ വിട്ടു പിരിഞ്ഞു പോയി. പിന്നെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ അറിയുണ്ടാവും. കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, ഇവർ എൻ്റെ സീനിയർമാരായിരുന്നു.
ഉണ്ണികൃഷ്ണൻ 3-4 കൊല്ലത്തെ സീനിയർ, രാധാകൃഷ്ണനും അതെ 4-5 കൊല്ലത്തെ സീനിയർ. പിന്നെ അവിടെ സ്കോളർഷിപ്പിന് രാമൻ നമ്പൂരി എന്ന് പറഞ്ഞിട്ട്, കലാമണ്ഡലം രാമൻ നമ്പൂരി എന്ന് പറഞ്ഞിട്ടൊരു ചെണ്ടക്കാരൻ, അത് ശരി, ഗുരുവായൂർ രാജൻ, അവരൊക്കെ സ്കോളർഷിപ്പിന് പഠിച്ചു വരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് പൂതാളാശാൻ്റെ മകൻ വിജയകൃഷ്ണൻ അവിടെ പഠിക്കാൻ. അതെ, അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയായിരുന്നു, ഒരുമിച്ചിട്ടായിരുന്നു. എത്ര കാലം ഉണ്ടായി കലാമണ്ഡലത്തിൽ ചെന്നു? അവിടെ ഏകദേശം 3-4 കൊല്ലത്തോളം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങയുടെ ആശാന്മാർ, അതുപോലെ തന്നെ മറ്റു വേഷങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ കഥകളി വേഷമുണ്ട്, കൊട്ടുണ്ട്, മദ്ദളമുണ്ട്, പല വിധത്തിലുള്ള അവിടെയൊക്കെയുള്ള ആശാന്മാരുണ്ട്. അവിടുത്തെ ആ സമ്പ്രദായം വെച്ചിട്ടുണ്ടെങ്കിൽ കളരി സമ്പ്രദായം സ്ട്രിക്റ്റ്, അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ. കളരി സമ്പ്രദായം എന്നെ പഠിപ്പിച്ചിരുന്നത് പിന്നെ അച്ചുണ്ണി പുതോളാശാനും ചന്ദ്രമണാരേശ്വരനുമാണ്. അത് ശരി, എൻ്റെ ഗുരുനാഥന്മാർ കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ ഇപ്പോൾ സംഗീതത്തിന് നമ്പീശാശാൻ ഉണ്ടായിരുന്നു, ഗംഗാരാശാൻ, മാടമ്പിയാശാൻ, രാമവാരാശാൻ, അവരൊക്കെയാണ് സംഗീതത്തിന്. പിന്നെ തെക്കൻ വിഭാഗത്തിൽ പള്ളം മാധവൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിരുന്നു തെക്കൻ സമ്പ്രദായത്തിൻ്റെ ആശാൻ, പള്ളം മാധവൻ. പിന്നെ വേഷത്തിന് രാമൂട്ടിയാശാൻ, പത്മനാരാശാൻ, ഗോപിയാശാൻ, വിജയാശാൻ, MBS ആശാൻ, അവരൊക്കെ വേഷത്തിൻ്റെ ആശാന്മാരായിരുന്നു. മദ്ദളം അന്ന് ഇത്ര അധികം ഇന്നത്തെ മാതിരിയുള്ള പിന്നെ എന്താ പറയേണ്ട സ്റ്റാഫും കമ്മിയായിരുന്നു. ഒരു വിഷയത്തിന് ഇപ്പോൾ ചെണ്ടയ്ക്ക് അന്ന് മണ്ണാടേശാനും അച്ചുണ്ണുതോളാശാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിപ്പിക്കാൻ. ഇന്നിപ്പോൾ ആശാന്മാരും കുറേ അല്ല, കാലസ്ഥിതിക്കനുസരിച്ചിട്ട് കുട്ടികളും വർദ്ധിച്ചു. പിന്നെ വേഷത്തിന് പത്മനാരാശാൻ, രാമൂട്ടിയാശാൻ, ഗോപിയാശാൻ, വിജയാശാൻ, MBS ആശാൻ, അത്രേ ആശാന്മാർ വേഷത്തിനുണ്ടായിരുന്നുള്ളൂ. പിന്നെ തെക്കൻ സമ്പ്രദായത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നത് മടവൂരാശാനം, മടവൂർ വാസുനേരാശാനം കേട്ടിട്ടുണ്ട്. അതെ. പിന്നെ മദ്ദളത്തിന് അപ്പുട്ടി പുതോളാശാനും നമ്പീശൻകുട്ടിയാശാനും. സംഗീതത്തിന് നമ്പീശാശാൻ അന്ന് ഞാൻ ചേരുമ്പോൾ പ്രിൻസിപ്പാളായിരുന്നു. പിന്നെ ഗംഗാരാശാൻ, മാടമ്പിയാശാൻ, രാമവരാശാൻ, ഇവരൊക്കെ സംഗീത അധ്യാപകരായിട്ട് ഉണ്ടായിരുന്നു. അതെ. ചുട്ടിക്ക് എൻ്റെ അമ്മാവനും. അതെ, ഗോവിന്ദമാരും. അതെ, അന്ന് അത്രേ അധ്യാപകരുള്ളൂ. പിന്നെ പഞ്ചവാദ്യ സെക്ഷൻ കേട്ടോ. അന്ന് മദ്ദളം തുടങ്ങിയിട്ടില്ല. അന്ന് തിമല മാത്രമേ പഞ്ചവാദ്യം, അതെ, തിമല മാത്രമേ പഠിപ്പിച്ചു വരുന്നുള്ളൂ. അത് തിമല അധ്യാപകൻ ഒരു ശ്രീധരൻ നമ്പീശേട്ടൻ, അദ്ദേഹമായിരുന്നു തിമലയുടെ ആശാൻ. അന്ന് മദ്ദളം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് ശരി. അപ്പോൾ ഈ കഥകളി കലാമണ്ഡലത്തിൽ നമ്മൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങ് അതിന് ശേഷം പറയാം. അവിടെ എങ്ങനെയാ വെച്ചാൽ 4 മണിക്ക് സാധകം തുടങ്ങും. 4 മണിക്ക് ബെല്ലടിക്കും. വിളിച്ചാകുമ്പോൾ 4 മണിക്ക് ബെല്ലടിച്ചാൽ എല്ലാം നീട്ട് ബാത്റൂമിൽ പോയി വൃത്തി ഇതായി കളരിയിൽ ചെന്നാൽ 4 മണി മുതൽക്ക് സാധകം, ഒരു 6 മണി 6:30 വരെ സാധകം ചെയ്യും. അതിപ്പോൾ ചേർന്ന ആ ഒരു 5-6 മാസം 5-8 മാസം മുട്ടീമ്പിലാവും. കല്ല് പുളിമുട്ടീമ്പിലാണ് സാധകം ചെയ്യുക. അത് നല്ലോണം കൈ ഒക്കെ നടക്കാറായാൽ ഒരു അയവൊക്കെ വന്നാൽ മാത്രമേ ചെണ്ടേമ്പിലേക്ക് ചെണ്ട സാധകം, അത് വലന്തലേമ്പിൽ, വലന്തല എന്ന് പറഞ്ഞാൽ ഈ ഡും ഡും എന്നുള്ള ശബ്ദം കേൾക്കണം. മറ്റത് ഇടന്തല എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുക. ഈ മേളം തായമ്പഴൊക്കെ കൊട്ടണത് ഇടന്തലേമ്പിലാണ്. മറ്റത് ഈ പൂജ അടിയന്തരങ്ങളൊക്കെ അത് വലന്തല. ഈ വലന്തലയിലാണ് ഞങ്ങൾ സാധകം ചെയ്യുക. ഈ വലന്തലയിൽ അതും മൂപ്പ് കുറഞ്ഞ വലന്തല, മൂപ്പുള്ള വെച്ചാൽ ചെണ്ട മൂക്കരുത്. മൂപ്പ് കുറഞ്ഞ വലന്തലേമ്പിൽ സാധകം ചെയ്യണം. എന്നാലേ കയ്യിന് അപ്പോൾ ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം അമർത്തി മറയ്ക്കണം കയ്യ്. ഇടന്തലേമ്പിൽ കൊട്ടണ മാതിരി വലന്തലേമ്പിൽ കൊട്ടാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അത് മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ അതിലധികം ബുദ്ധിമുട്ടാണ് അത് കൈ നടക്കാൻ. അപ്പോൾ അതുമ്പിൽ ഈ 4 കാലവും മേപ്പട്ടും കിഴ്പ്പട്ടും കൊട്ടിയിട്ട് സാധകം ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അത് 2-2.5 മണിക്കൂർ നേരം രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുളി ഒക്കെ കഴിഞ്ഞാൽ രാവിലെ മെസ്സിൽ കഞ്ഞി ഉണ്ടാവും. ആ കഞ്ഞി കഴിഞ്ഞാൽ 8:30 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ആദ്യം ചേർന്ന കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഈ പാടക്കയ്യും ഗണപതിക്കയ്യും പാടക്കയ്യും കുറച്ചതിന് ശേഷം ഈ ഗണപതിക്കയ്യ്
ഉറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ശരി. ഈ 4 പാഠക കൈയും നമുക്ക് ഒരുവിധം കൊട്ടാറാവുമ്പോഴൊക്കെ ഗണപതി കൈ ആവും. കുറച്ച് നീളം ഉണ്ട്, അത് പഠിക്കാനും കുറച്ച് വിഷമമുണ്ട്. അതെ, ഈ പാഠക കൈ എന്ന് പറഞ്ഞു ഈ തക്കിട്ട തരികിട അത് രണ്ടും ഏകദേശം കൊട്ടിയാകുമ്പോഴേക്ക് ഈ ഗണപതി കൈ നമുക്ക് കൊട്ടാറാവും. അത് ഈ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഗണപതി കൈയിൻ്റെ സ്ഥാനം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഗണപതിയെ വന്ദിച്ചിട്ട് വിഘ്നങ്ങൾ മാറ്റിത്തരണം എന്നാണല്ലോ ഗണപതി. അത് ഗണപതി കൈ കൊട്ടിയിട്ടേ തുടങ്ങും, അങ്ങനെ അവസാനിപ്പിക്കുമ്പോഴും ഗണപതി കൈ കൊട്ടിയിട്ട് നിർത്തുക. അങ്ങനെയാണ് ക്ലാസിൻ്റെ സമ്പ്രദായം. എന്നാൽ നിർത്തിക്കോളൂ എന്ന് ആശാൻ പറഞ്ഞാൽ ഗണപതി കൈ കൊട്ടാം. ശരി. അത് കഴിഞ്ഞാൽ ഈ തായമ്പകയുടെ ചെറിയൊരു ഫ്രെയിം കേമായിട്ടുള്ള തായമ്പക അല്ല പഠിപ്പിക്കുക. ഒരു അരമണിക്കൂർ കഷ്ടിച്ച് 3/4 മണിക്കൂർ നേരത്തിനുള്ള പതികാലത്തിൽ ഒരു 4-5 എണ്ണം, അതുമാതിരി കൂറിൽ ഒരു 4-5 എണ്ണം, പിന്നെ ഇടകാലം ഇടനില ഇരുകിട എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചാൽ അതെന്തിനാ ഈ തായമ്പക ആദ്യം പഠിപ്പിക്കണമെന്ന് വെച്ചാൽ ഇതിൽ വരണ എണ്ണങ്ങളെ ബാക്കിയുള്ള കൂട്ടിലൊക്കെ വരും. ഇത് പഠിച്ചാൽ ഈ എണ്ണങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പണിയില്ല. ഇപ്പോൾ കിളി കൊട്ടാനായാലും ഇപ്പോൾ കഥകളിയുടെ എണ്ണങ്ങൾക്കായാലും ഈ അതാണ് ഫസ്റ്റ് പഠിപ്പിക്കുന്നത്, ഈ തായമ്പക. അത് വലുതായ തായമ്പകമൊന്നും അല്ല കേട്ടോ, ഒരു അരങ്ങേറ്റ തായമ്പക. അതിൻ്റെ എണ്ണങ്ങൾ നില എണ്ണം പഠിപ്പിക്കും. പിന്നെയാണ് പുറപ്പാട്, മേളപ്പതും, കുട്ടിത്തരം വേഷങ്ങളിലെ കലാശങ്ങൾ. അപ്പോഴേക്ക് 2-3 കൊല്ലം കഷ്ടിച്ചൊക്കെ ആവും. പിന്നെ ഈ അന്ന് ആ കാലത്തൊന്നും കലാമണ്ഡലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല. എന്തിനാണോ ചേർന്ന് വെച്ചാൽ അത് മാത്രമേ പഠിക്കാൻ പറ്റൂ, അത്രേ ഉള്ളൂ. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അടുത്ത കാലത്താണ്. അതെ, അത് കഴിഞ്ഞ് ഇപ്പോൾ ആ കലാമണ്ഡലത്തിൽ 3 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അത് എന്തായത് വെച്ചാൽ പരീക്ഷയിൽ ഞാൻ തോറ്റു. അപ്പം ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള സാമ്പത്തികം എനിക്ക് അന്നില്ലേനും. അന്ന് സ്റ്റൈപ്പൻഡ് 85 ഉറുപ്പികയാണ്. ഞാൻ പഠിക്കണ സമയത്ത് സ്റ്റൈപ്പൻഡ് 85 ഉറുപ്പികയാണ്. അതിലധികം വന്നാൽ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം, മെസ്സിലടയ്ക്കണം. ശരി. അപ്പോൾ ഈ വെക്കേഷനും കാര്യങ്ങളും നമ്മുടെ ലീവിൻ്റെ ഒക്കെ വന്നാൽ നമുക്ക് മെസ്സിൽ ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ അതിൽ വല്ല ബാക്കി ഉണ്ടെങ്കിൽ ഒരു 10 ഉറുപ്പ്യ അല്ലെങ്കിൽ 15 ഉറുപ്പ്യ നമുക്ക് ഇങ്ങോട്ട് കിട്ടും ചെയ്യും. അധികം വന്നാൽ നമ്മൾ അങ്ങോട്ട് അടയ്ക്കും. അന്ന് ഞാൻ പഠിക്കണ സമയത്ത് 85 ഉറുപ്പ്യാണ് പിന്നെ സ്റ്റൈപ്പൻഡ്. അതെ. അപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ അന്ന് പുതാളാശാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അധികവും പുതാളാശാൻ്റെ വീട്ടിൽ പോവും. ഈ വാഴയങ്കടയ്ക്ക് വരൽ കഷ്ടിയാണ്. കാരണം 7ാം ക്ലാസ് മുതലൊക്കെ പുതാളാശാൻ്റെ മകനും ഞാനും ഞങ്ങളൊപ്പം ഒരേ വയസ്സുകാരനാണ്. ഒരു രാജൻ എന്ന് പറഞ്ഞിട്ട് ആശാൻ്റെ 2ാമത്തെ മകൻ. ഞാൻ ഷൊർണൂർ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അച്ഛൻ്റെ വീട് ഷൊർണൂരാണ്. അപ്പോൾ രാജനും ഞാനും ഒരേ ക്ലാസ്മേറ്റാണ്. ഒരു ക്ലാസ്സിലല്ലാന്ന് ഡിവിഷൻ മാറിയെന്ന് മാത്രം. അയാൾ ബി ആണെങ്കിൽ ഞാൻ സി ആവും, ഞാൻ സി ആണെങ്കിൽ അയാൾ ബി ആവും. അങ്ങനെ 10ാം ക്ലാസ് വരും. അപ്പോൾ അന്ന് മുതൽക്കുള്ളൊരു ബന്ധം ഈ കവളപ്പാറയും ഞാനുമായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ വിജയനായിട്ടുള്ള ബന്ധം അതിലെ ഒന്നും കൂടി ഉറപ്പിച്ചു കലാമണ്ഡലത്തിൽ വന്നപ്പോൾ. അപ്പോൾ ഞാൻ അധികവും ആശാൻ്റെ വീട്ടിലാവും, വാഴയങ്കടയ്ക്ക് വരവ് കുറവാണ്. അപ്പോൾ ആശാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആശാൻ്റെ ഒരു ശിഷ്യയുണ്ട് ഇരിഞ്ഞാലക്കുട, കലാമണ്ഡലം അപ്പുമാരാരെന്ന് പറയും. അദ്ദേഹം അവിടെ ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലായിരുന്നു. അവിടെ ഒരു കഥകളി സ്ഥാപനമുണ്ട്. ഞാൻ അപ്പുവിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വഴിക്ക് കളിക്ക് പോകുമ്പോൾ ഞാൻ ഇരിഞ്ഞാലക്കുട ഇറങ്ങിയിട്ട് ഞാൻ അപ്പുവിനെ അങ്ങനെ ആശാൻ പിറ്റേ ആഴ്ചത്തെ വന്നിട്ട് വിവരം തന്നു, ഞാനും പോരാ, കൊണ്ടുപോകാൻ പോവാം, അവിടെ ചേർക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിഞ്ഞാലക്കുട ഞാൻ 2 കൊല്ലത്തോളം അവിടെ അപ്പുവാശാൻ ഉണ്ടായിരുന്നു. കുഞ്ചുണ്ണി കലാനിലയം കുഞ്ചുണ്ണി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് എനിക്ക് ഈ ആശാൻ എന്താ വെച്ചാൽ കൊട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കൈ ഈ വാദത്തിൻ്റെ ഒരു അസുഖം കാരണം അരങ്ങത്ത് കൊട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഈ അപ്പുമാരാശാന് നല്ല അറിവുള്ള ആളാണ്, കൊട്ടാൻ കഴിയില്ല, കുറച്ച് അസുഖത്തിൻ്റെ. അപ്പോൾ ഈ കൊട്ടൽ മുഴുവൻ കുഞ്ചുണ്ണിയേട്ടനാണ്, കളരിയിലായാലും. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് ആ കാലത്ത് അനവധി കൊട്ടാൻ തരായി. അതാണ് പുതാളാശാൻ പറഞ്ഞത്, അപ്പുമാരാർക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുഞ്ചുണ്ണി ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നാൽ നമുക്കതൊരു കാര്യമാവും ചെയ്യും, അങ്ങോട്ട് അവിടെ ആവാം
എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശാനോട് പറഞ്ഞിട്ട് അങ്ങനെ 2 കൊല്ലത്തോളം ഞാൻ അവിടെ നിന്ന് അങ്ങനെ ആശാൻ്റെ കൂടെ അനവധി കളികൾക്ക് വിജയൻ ഞാൻ ഒപ്പം പോവുകയും ചെയ്തിരുന്നു. ഒന്നുകിൽ വിജയം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഉണ്ടാവും. അനവധി കളികൾക്ക് ആശാൻ്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 3 കൊല്ലം കലാമണ്ഡലത്തിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഇരിഞ്ഞാലക്കുട 2 കൊല്ലത്തോളം ഇരിഞ്ഞാലക്കുട ഉണ്ടായി. അപ്പോൾ ഈ 2 സ്ഥാപനങ്ങളിൽ പഠിച്ച സ്ഥാപനങ്ങളിൽ തമ്മിലുള്ള അവിടുത്തെ എന്താ പറയുക ഗുരുകുല സമ്പ്രദായം ഇല്ല, അതൊക്കെ ഏകദേശം ഒരേ സമ്പ്രദായം തന്നെയാണ്. മാറ്റങ്ങളൊന്നുമില്ല, സമയത്തിനും കാര്യങ്ങൾക്കൊന്നും മാറ്റങ്ങളൊന്നുമില്ല. അവിടെ അതെ 4, 4:30, 5 മണിയായാൽ അവിടെ സാധകം തുടങ്ങും. ഇരിഞ്ഞാലക്കുട 6 മണി വരെയൊക്കെ അവിടെയും സാധകം ഉണ്ടാവും. ക്ലാസ്സിൻ്റെ സമയവും ഏകദേശമൊക്കെ. കാരണം ഈ കലാമണ്ഡലത്തിലുള്ള വേഷം അധ്യാപകരനെ ആയിരുന്നു അന്ന് പള്ളിപ്പുറം ഗോപാലനാരാശാനായിരുന്നു പ്രിൻസിപ്പാൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ താഴെ കലാമണ്ഡലം കുട്ടൻ എന്ന് പറയും, ഈ ഗോപിയാശാൻ്റെ ഒക്കെ ഒപ്പം പഠിച്ച അദ്ദേഹമായിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപകൻ. പ്രിൻസിപ്പാൾ പള്ളിപ്പുറം ഗോപാലനാരാശാനായിരുന്നു. അപ്പോൾ ഏകദേശം സമ്പ്രദായമൊക്കെ ഒരേ മാതിരി തന്നെയാണ്. അപ്പോൾ വേഷമായാലും വേണ്ടില്ല, ചെണ്ടയായാലും വേണ്ടില്ല, മദ്ദളായാലും വേണ്ടില്ല. മദ്ദളത്തിന് അവിടെ ഈശ്വരവാര്യരായിരുന്നു, കലാമണ്ഡലം ഈശ്വരവാര്യർ. പാട്ടിന് കലാനിലയം ഉണ്ണികൃഷ്ണനായിരുന്നു അന്ന്. അതെ. പിന്നെയാണ് അദ്ദേഹത്തിന് കലാമണ്ഡലത്തിൽ ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട്. ഈ 2 സ്ഥാപനങ്ങളിലും പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏത് സമയത്താണ് അരങ്ങേറ്റം ഉണ്ടായത്? അരങ്ങേറ്റം ഞാൻ ഇരിഞ്ഞാലക്കുട പഠിക്കുമ്പോഴാണ്. ഇവിടുന്ന് അരങ്ങേറ്റം ഉണ്ടായില്ല. കലാമണ്ഡലത്തിൽ നിന്ന് അരങ്ങേറ്റം പിന്നെ കഴിയണതിൻ്റെ മുമ്പ് ഞാൻ പോന്നു. പിന്നെ ഇരിഞ്ഞാലക്കുട വെച്ചിട്ടാണ് പുറപ്പാട് മേളപ്പം. അതിന് പുതുളാശാൻ്റെ സമ്മതപ്രകാരം പുതുളാശാൻ വന്നിരുന്നു. പിന്നെ പുറപ്പാടും മേളപ്പദവും പിന്നെ ഒരു കഷ്ണം കളിക്ക് ഉത്തരാ സ്വയംവരം ആയിരുന്നു അന്ന് കഥ. അതിൽ ഈ ഉത്തരൻ്റെ ഭാഗം അരവിന്ദമിഴിമാരെ എന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട്. അതെ, അതിന് കുട്ടൻ. അതെ അതെ, അങ്ങനെയാണ് അരങ്ങേറ്റത്തിന് ഉണ്ടായത്. അതെ. അതിനുശേഷം പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ ഇവിടെ സാധാരണ പുറം കളികൾക്കൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അത്യാവശ്യം പുറം കളികൾക്ക് എന്ന് പറഞ്ഞാൽ കൊട്ടാൻ തരാവിലൊക്കെ കമ്മിയാണ്. ഈ ഒന്നുകിൽ പുറപ്പാടോ ഇല്ലെങ്കിൽ പിന്നെ ഡബിളിന് താളം പിടിക്കാൻ നിൽക്കുക, അങ്ങനെയൊക്കെ ഒരു 80-81 കാലഘട്ടം വരെ അത്യാവശ്യം നാട്ടിൽ കളികൾക്ക്. പിന്നെ ആശാൻ്റെ കൂടെ കുറേ കളികൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. വിജയേഷനും ഞാനും ഒരേ എന്താ പറയേണ്ടത് അനവധി കളികൾക്ക് ആശാൻ ഒപ്പം കൊണ്ടുപോയിട്ടുണ്ട്. അനവധി കളികൾക്ക് കൊണ്ടുപോയിട്ടുണ്ട്.